ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആണല്ലോ നമ്മുടേത്. നമ്മുടെ രാജ്യം രൂപീകൃതമായതിനു ശേഷം നമ്മൾ സ്വീകരിക്കുന്ന വിദേശ നയങ്ങളിലെ ഏറ്റവും കാതൽ എന്നത് മറ്റൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറില്ല എന്നുള്ളതാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം രാജ്യത്തിലേക്ക് ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും അത് ഏത് രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് എങ്കിൽ പോലും നമ്മൾ വെച്ചു പൊറുപ്പിക്കാറില്ല. മാത്രവുമല്ല, തീവ്രവാദ ശക്തികളെ അടക്കം ഉന്മൂലനം ചെയ്യാൻ നമുക്ക് ഒരു മടിയുമില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അത് തെളിയിക്കുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം എങ്ങനെയാണ് തിരിച്ചടി നൽകേണ്ടത് എന്നതിന് ലോകത്ത് തന്നെ മാതൃകയായി മാറിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു നമ്മുടെ സേനാ വിഭാഗങ്ങൾ ചെയ്തത്. ആ ഓപ്പറേഷൻ സിന്ദൂറിനെ ലോകരാജ്യങ്ങൾ തന്നെ വിശേഷിപ്പിച്ചത് ഒരു ക്ലിനിക്കൽ സർജറിയുടെ കൃത്യത എന്നതായിരുന്നു. കൃത്യമായി എവിടെയാണോ സ്പോട്ട് ചെയ്തത് അവിടെ മാത്രമാണ് നമ്മൾ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് പറയാൻ കാരണം ഒരു രാജ്യം എത്രമേൽ സമ്പന്നമാണ് എങ്കിലും, ഒരു രാജ്യം എത്രമേൽ വിഭവസമൃദ്ധം ആണ് എങ്കിലും, അവിടുത്തെ ജനത എത്രമേൽ സമാധാനപ്രിയർ ആണ് എങ്കിലും ആ രാജ്യത്തിൻ്റെ സുരക്ഷ എന്നത് നമ്മുടെ സേനാ വിഭാഗങ്ങളുടെ കൈകളിൽ ആയിരിക്കും. നമ്മുടെ സേന കരുത്തുള്ളതല്ല എങ്കിൽ ഏത് നിമിഷവും നമുക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ശാന്തിയും സമാധാനവും ഒക്കെ തകർക്കപ്പെടാം. ഇപ്പോൾ തന്നെ നോക്കൂ, നമുക്ക് ചുറ്റുമുള്ള പല രാഷ്ട്രങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് എന്നത്. ബംഗ്ലാദേശ് പോലെയുള്ള ഒരു രാജ്യത്ത് അവിടെ ഭരണകൂടത്തിന് അധികാരത്തിൽ നിന്ന് ഒഴിയേണ്ടതായി വന്നു. ജൻസി പ്രക്ഷോഭത്തിന് മുന്നിൽ വലിയ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ താളം തെറ്റിയത് നമ്മൾ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഇപ്പോൾ നടത്തുന്നത് താലിബാൻ ആണ് എന്നത് നമുക്കറിയാം. പാകിസ്ഥാനിലാകട്ടെ ഇപ്പോൾ അസീം മുനീർ എന്ന സർവ്വസൈന്യാധിപൻ ഒപ്പുവെക്കാൻ പോവുകയാണ്. രാജ്യത്ത് ആദ്യമായി തന്നെ എല്ലാ സൈന്യത്തിൻ്റെയും അധിപൻ താനാണ് എന്ന്. അപ്പോഴാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി രാജ്യം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഒപ്പിടണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച ആശങ്ക. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതൊരു രാജ്യത്തിൻ്റെയും കരുത്ത് എന്നത് അവിടുത്തെ സൈന്യമാണ്. ആ സൈന്യത്തെ കൃത്യമായി ഭരണകൂടം നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സേന എന്നത് ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സേനാ വിഭാഗങ്ങളാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭൂമി കാക്കുന്നതിനു വേണ്ടി നമുക്ക് അതിശക്തമായ, ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഒരു കരസേനാ വിഭാഗം ഉണ്ട്. നമ്മുടെ ആകാശപാതകളിലെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു വ്യോമസേനാ സംവിധാനമുണ്ട്. നമ്മുടെ കടൽ പ്രദേശങ്ങൾ, സമുദ്രപ്രദേശങ്ങൾ, അതിൻ്റെ അതിർത്തികളിലേക്ക് മറ്റുള്ളവർ കടന്നു കയറാതിരിക്കാൻ നമുക്ക് ഒരു നാവിക സേനാ വിഭാഗമുണ്ട്. അത് നമ്മുടെ അഭിമാനമാണ്. (1971) ഡിസംബർ 16, സമയം വൈകിട്ട് 4:30. അന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ധാക്കി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക വിഭാഗങ്ങൾ തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ധാക്കയിൽ നിന്ന് ഏതാണ്ട് 1800 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി.
ധാക്ക ഇന്ന് ഒരു സ്വതന്ത്ര തലസ്ഥാനമാണ്, ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ തലസ്ഥാനം. ആ പ്രഖ്യാപനത്തെ ലോകം കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് ലോക ഭൂപടത്തിലേക്ക് ബംഗ്ലാദേശ് എന്ന രാജ്യം ചേർക്കപ്പെട്ടത്. ആ ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിൽ നിർണായകമായത് പ്രേക്ഷകരെ ഇപ്പോൾ നിങ്ങൾ കണ്ട നമ്മുടെ നാവികസേനയാണ്. ആ നാവികസേനയുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ദിനം ആണ് നാവികസേനാ ദിനം, അതായത് ഡിസംബർ 4. നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് ആ പോരാട്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെയാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യയുടെ നാവികർ നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ട വിജയം. അവിടെ ഓർക്കേണ്ടത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ നാവികസേനയ്ക്ക് ഇരച്ചെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ എല്ലാ പ്രതിരോധങ്ങളെയും നമ്മുടെ നാവികസേന തകർത്തു എന്നുള്ളതാണ്. ആ നാവികസേനയുടെ കരുത്തും പ്രാപ്തിയും വിളിച്ചോതുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡിസംബർ 4 എന്നത് നാവികസേനാ ദിനമായി ആചരിക്കുന്നത്. പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രമായിരുന്ന കറാച്ചിയിൽ ആയിരുന്നു ഓപ്പറേഷൻ ട്രൈഡന്റിലൂടെ ഇന്ത്യ നിർണായകമായ നീക്കം നടത്തിയത്. ആ നിർണായകമായ നീക്കത്തിന് ഒടുവിൽ ആണ് പ്രിയ പ്രേക്ഷകരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1971 ഡിസംബർ 16 സമയം വൈകിട്ട് 4:30 എന്നത് നിർണായകമായത്. അങ്ങനെയാണ് പാകിസ്ഥാൻ കീഴടങ്ങിയത്. അങ്ങനെ ഇന്ത്യയുടെ ഇരുഭാഗങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന പാകിസ്ഥാൻ, കിഴക്കും പടിഞ്ഞാറും ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ ഒരു ഭാഗം മാത്രം പാകിസ്ഥാനാവുകയും മറ്റൊരു ഭാഗം ബംഗ്ലാദേശായി മാറുകയും ചെയ്തു. ആ കരുത്തുറ്റ പോരാട്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോഴും നമ്മൾ നാവികസേനാ ദിനം ആചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ ചരിത്രത്തിലാദ്യമായി കേരളം നാവികസേനാ ദിനത്തിന് സാക്ഷ്യം വഹിക്കുന്നു, ആതിഥ്യം അരുളുകയാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് കേരളം നടത്തിയിട്ടുള്ളത്. ആ ഒരുക്കങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആ ഒരുക്കങ്ങൾ എന്നതിൻ്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ആണ് ഈ വാർഷികാഘോഷം നടക്കുന്നത് എന്നുള്ളതാണ്. നാവികസേനാ ദിന ആഘോഷം നടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ വിപുലമായ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ആണ് നടത്തിയിട്ടുള്ളത്. അതായത് ഡിസംബർ 3 വൈകിട്ട് 4:30 മുതൽ 7 മണി വരെ ആണ് ഈ ഷോ നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് പ്രകടമാക്കുന്ന തരത്തിൽ ഉള്ള പ്രകടനത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഡിസംബർ 4 നാവികസേനാ ദിനം എങ്കിൽ പോലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ആണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി നാളെ വൈകിട്ട് ആണ് തിരുവനന്തപുരത്ത് ഈ ആഘോഷം നടക്കുന്നത്. ഇത് 40,000 പേർക്ക് നേരിട്ട് കാണുവാനുള്ള സാഹചര്യം ആണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മറ്റ് തീരപ്രദേശങ്ങളിലായിരുന്നു ഇത്തരം ആഘോഷങ്ങൾ നടക്കാറുള്ളത് എങ്കിലും ഇത്തവണ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വിപുലമായ ഒരുക്കങ്ങൾ ആണ് നടത്തിയിട്ടുള്ളത്. തീരപ്രദേശങ്ങളിൽ ഉള്ള ആളുകൾക്ക് 40,000 ആളുകൾക്കാണ് ഈ ഷോ നേരിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള INS വിഭാഗത്തിൽപ്പെട്ട പടക്കപ്പലുകൾ ഉൾപ്പെടെ ഈ പ്രകടനത്തിന്റെ ഭാഗമാകുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് എതിരാളികളുടെ പാളയത്തിലേക്ക് നമ്മുടെ വിമാനങ്ങൾ കുതിച്ചുയരുന്നത്, അവിടെ ആക്രമണം നടത്തുന്നത് എന്നതിൻ്റെയൊക്കെ ഡെമോൺസ്ട്രേഷൻ കാണുവാനുള്ള അസുലഭമായ അവസരമാണ് ലഭിക്കുന്നത്. അതിന് മുഖ്യാതിഥിയായി എത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ രാഷ്ട്രപതിയാണ്, ദ്രൗപദി മുർമുവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ, കരസേനയാകട്ടെ, വ്യോമസേനയാകട്ടെ, നാവികസേനയാകട്ടെ, ആ സേനാ വിഭാഗങ്ങളുടെ തലവൻ എന്നത് എല്ലായ്പ്പോഴും നമ്മുടെ രാഷ്ട്രപതിയാണ്. ആ രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ആണ് ഈ ആഘോഷം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എന്നതിൻ്റെ വിശദാംശങ്ങൾ ആണ് ഞാൻ പങ്കുവെക്കുന്നത്. അതായത് വിപുലമായ ഒരു പവലിയൻ ആണ് ശംഖുമുഖത്ത് ഒരുക്കിയിട്ടുള്ളത്. ആ പവലിയൻ്റെ ഇടതു ഭാഗത്ത് ആയിട്ട് ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവർ മാത്രമാണ് ഇരിക്കേണ്ടത്. അവിടേക്ക് കർശന നിയന്ത്രണം